മുക്കാപ്പീരം എന്ന ഔഷധ സസ്യത്തെയാണെന്ന് പരിചയപ്പെടുത്തുന്നത്. ഇതിന് മുക്കാപ്പിരിയൻ, മുശുമുശുക്ക് എന്നൊക്കെ പല പേരിൽ അറിയപ്പെടുന്ന ഒരു ഏകവർഷിയായിട്ടുള്ള വള്ളിച്ചെടിയാണ് മുക്കാപ്പീരം. ഇതിന് തമിഴിൽ ആയിലേയം എന്നും സംസ്കൃതത്തിൽ പരിപുഷ്കരം എന്നുമാണ് അറിയപ്പെടുന്നത്. മുക്കാപ്പീരത്തിൻ്റെ ഇലനീര് ചേർത്ത് ശുദ്ധമായ വെളിച്ചെണ്ണ കാച്ചി തലയിൽ തേയ്ക്കുകയാണെങ്കിൽ ചുമയ്ക്ക് ശമനം കിട്ടും. പ്രത്യേകിച്ച് ഈ എണ്ണ കുട്ടികൾക്ക് വളരെ ഫലപ്രദമാണ്. മുക്കാപ്പീരം, പനിക്കൂർക്ക, പൂവാങ്കുറുന്നൽ, പനിച്ചടയൻ ഇവയുടെ ഇല ആവിയിൽ വാട്ടിപ്പിഴിഞ്ഞ നീര്, ആ നീരിൽ ഒരു നുള്ള് ജീരക ചൂർണം ചേർത്ത് പതിവായിട്ട് സേവിക്കുകയാണെങ്കിൽ കഠിനമായ പനിക്ക് ശമനമുണ്ടാകും. ഇലനീര് പനങ്കൽക്കണ്ടം ചേർത്ത് കഴിക്കുകയാണെങ്കിൽ കഫക്കെട്ടിന് ശമനമുണ്ടാകും. മുക്കാപ്പീരം, കുപ്പേക്കുഞ്ഞൻ ഇവ സമൂലം വെന്ത കഷായം പതിവായിട്ട് ദിവസം 2 നേരം എന്ന കണക്കിൽ സേവിക്കുകയാണെങ്കിൽ ശ്വാസം മുട്ടലും വലിവും ചുമയ്ക്കും ശമനമുണ്ടാകും. ഇതിൻ്റെ തളിരില തോരനാക്കി കഴിക്കുകയാണെങ്കിൽ ശരീരത്തിനുണ്ടാകുന്ന എല്ലാവിധ വേദനകൾക്കും ശമനമുണ്ടാകും. മുക്കാപ്പീരത്തിൻ്റെ ഇല അരച്ച് ചേർത്ത് ഇഡ്ഡലിയോ ദോശയോ തയ്യാറാക്കി കഴിക്കുകയാണെങ്കിൽ ശരീരത്തിലെ പിത്തത്തിന് ശമനമുണ്ടാകും. മുക്കാപ്പീരത്തിൻ്റെ ഇല ഇടിച്ച് പിഴിഞ്ഞ നീരിൽ ശുദ്ധമായ എള്ളെണ്ണ ചേർത്ത് കാച്ചി തലയിൽ തേച്ചാൽ സൈനസൈറ്റിസിന് ശമനമുണ്ടാകും. ഈ എണ്ണ ശരീരത്തിൽ ലേപനം ചെയ്താൽ ശരീര ഉഷ്ണം ശമിക്കും. ഇതിൻ്റെ ഇലയും ചുവന്നുള്ളിയും ഒരേ അളവിൽ അരച്ച് ശുദ്ധമായ പശുവിൻ നെയ്യിൽ മൂപ്പിച്ച് പതിവായി സേവിച്ചാൽ മൂക്കിലുണ്ടാകുന്ന പുണ്ണിന് ശമനം കിട്ടും. അതോടൊപ്പം രക്തശുദ്ധിയും ഉണ്ടാകും. മുക്കാപ്പീരത്തിൻ്റെ ഇലനീരും പാലും ഒരേ അളവിൽ ചേർത്ത് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ചേർത്ത് സേവിച്ചാൽ കഠിനമായ കഫത്തിൻ്റെ ഉപദ്രവം ഇല്ലാതാകും. സമൂലം ഇടിച്ചു പിഴിഞ്ഞ നീര് സേവിച്ചാൽ കഠിനമായ മലബന്ധം, അൾസർ ഇവയ്ക്ക് ശമനമുണ്ടാകും. മുക്കാപ്പീരത്തിൻ്റെ പഴം ശുദ്ധമായ പാലിൽ അരച്ച് സേവിച്ചാൽ അമിതമായി മൂത്രം പോകുന്ന രോഗത്തിന് ശമനമുണ്ടാകും. 10 മില്ലി ഇലനീര് 5 മില്ലി വീതം തേനും പാലും ചേർത്ത് ദിവസം 2 നേരം എന്ന കണക്കിന് പതിവായി സേവിച്ചാൽ പ്രമേഹത്തിന് ശമനമുണ്ടാകും. ഇത് തലച്ചോറിൻ്റെ പ്രവർത്തനത്തിന് ഫലപ്രദമാണ്. മുക്കാപ്പീരത്തിൻ്റെ ഇല, പുതിനയില, കറിവേപ്പില, ഇഞ്ചി, കുടകൻ ഇവ ഒരേ അളവിലെടുത്ത് ചമ്മന്തി തയ്യാറാക്കി കഴിച്ചാൽ പ്രമേഹം, കഫരോഗങ്ങൾ, കൊളസ്ട്രോൾ, ഓർമ്മക്കുറവ് ഇവയ്ക്ക് ആശ്വാസമുണ്ടാകും.